പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ,
ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നീ തന്നെയായിരിക്കണേ കർത്താവ് മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത്. കർത്താവ്, വാഹനം ഹയർ ചെയ്ത് ഉപയോഗിക്കുന്നവർ, ട്രെയിനിൽ പോകുന്നവർ, മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ, അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രയ്ക്ക് കൂട്ടുപോകുന്നവരെ, അവിടെ യാത്രയെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങളിൽ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാനും പരിശുദ്ധ ദൈവമാത നിങ്ങൾ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire fingers, soak with the precious blood. Lord, in peace, Spirit of power and grace. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. വായിച്ച ഭാഗം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഒന്ന് പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം, ദൈവവേദനെ നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു? ആത്മാവ് പണ്ടിവനെ നയിച്ചു. എങ്ങോട്ടാണ് നയിച്ചത്? ജോർദാൻ നദിയിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥ മാറി. എന്താണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതേ ആത്മാവ് തന്നെ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം. കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ. എന്താ കാരണത്? മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കണത് എന്താണ്? പരീക്ഷണങ്ങളാണ് വരണത്. പിന്നെ മരുഭൂമി എന്ന് പറഞ്ഞാൽ പിന്നീട് വചനം ഞാൻ ഓർത്തില്ല ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ല. അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ, 3:22 ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയാൻ. ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും. ഒരേ വചനം തന്നെ ആയിരിക്കും, പക്ഷേ ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും. ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും. സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. അങ്ങനെയാണ് വചനം കമ്മ്യൂണിക്കബിൾ ആകണത്. സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. പലപ്പോഴും അതാണ് ഈ ഓരോ പ്രഭാതത്തിലും. വിലാപങ്ങൾ 3:22-23 വിലാപങ്ങൾ 3:22-23
കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലെ അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും
ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ.
മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ആവേ 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 മരിയ ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും
എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തന്നെ ഞാൻ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിനായി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം, ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ വീട്ടിൽ ഒരു ആൻറ്റി എന്നോട് വന്ന്, ഞാൻ എൻ്റെ മകൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആൻറ്റിയോട് ഇങ്ങനെ സംസാരിച്ച സമയത്താണ് ആൻറ്റി എന്നെ കൃപാസനത്തെ പറ്റി എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ആ ആൻറ്റി എന്നോട് പറയുകയുണ്ടായി, അമ്മ വിളിച്ചവരെ മാത്രമേ അമ്മയുടെ സന്നിധിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയെക്കുറിച്ച് അറിഞ്ഞ് അമ്മയുടെ അടുത്ത് എത്തുവാൻ വേണ്ടി വളരെ കാലതാമസമെടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് 3-ാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് എന്നെ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ആദ്യമായി ഞാൻ 2023 മാർച്ച് 17-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റുക എന്നതായിരുന്നു. 18 വർഷമായി എൻ്റെ ഭർത്താവിന് ഭയങ്കര മദ്യപാനമായിരുന്നു. വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വളരെ സമാധാനമുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റുവാൻ സഹായിച്ചു. ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ എണ്ണയും നെറ്റിയിൽ പുരട്ടുമായിരുന്നു. ഉടമ്പടി തൈലവും പുരട്ടിയാണ് സൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെ രണ്ടാമതായി സാക്ഷ്യം പറയേണ്ടത്, എൻ്റെ മകന് 12 മകൻ്റെ പേര് ജോബിൻ. 12 വയസ്സ് അവനുള്ളപ്പോൾ അവന് കരൾ സംബന്ധമായ ഒരു അസുഖമുണ്ടായി. ഫാറ്റി ലിവറാണ്. അത് ഞങ്ങൾ കണ്ട സമയത്ത് തന്നെ ഏകദേശം 92% വ്യാപിച്ചിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പരസ്പരം അവർ പറയുകയുണ്ടായി, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അവർക്ക് പോലും അത് അറിയില്ല. അവർ പരസ്പരം പല ഡോക്ടർമാരുമായിട്ടും അവരിങ്ങനെ സംസാരിക്കുകയാണ്, എങ്ങനെ ഇത് സംഭവിച്ചു, ഇത്രയും കുഞ്ഞു കുട്ടിക്ക് പിന്നെ ഈ 92% വരെ ഫാറ്റി ലിവർ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല എന്ന് അവർ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു, മെഡിസിൻ കൂടുതൽ കഴിക്കുമായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ അങ്ങനെ അതുവരെ ആ പ്രായം വരെ അവനങ്ങനെ ഒരു പനി പോലും വലുതായി വന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല, അവന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പൈസ ഞങ്ങളെ കയ്യിൽ നിന്ന് ചിലവായി.
ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നരാടം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചികിത്സയിലായിരുന്നു. ഒരുപാട് മെഡിസിന് ഇതും ടെസ്റ്റുകളും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും പൂശി ഞാൻ ആ ഭാഗത്ത് ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കരഞ്ഞ് രാത്രികളിൽ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവിനോട്, മാതാവേ എൻ്റെ മകനൊരു പൂർണ്ണ സൗഖ്യം കൊടുത്താൽ ഞാൻ അമ്മയുടെ മുമ്പിൽ ഒരു സാക്ഷിയാകാമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മകനിപ്പോൾ ഒരു മെഡിസിനും കഴിക്കുന്നില്ല. ഒരു മെഡിസിനും കഴിക്കാതെ തന്നെ കർത്താവ് പൂർണ്ണ സൗഖ്യം എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാൻ വളരെ വീക്കായിരുന്നു. അപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ സമയത്ത് തന്നെ എന്നെ ടീച്ചർ വിളിച്ച് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മകളിങ്ങനെ പോയാൽ പരീക്ഷ പാസ്സാകത്തില്ല, നിങ്ങൾക്ക് മകൾ ജയിക്കണമെന്ന് ആഗ്രഹമില്ലേ, പിന്നെ എന്താണ് നിങ്ങളിങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ വിട്ടേക്കുന്നത്, പിന്നെ അവളെ കൂടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയും, അമ്മ ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ എന്തോ എനിക്കറിയത്തില്ല എന്ന് എന്നോട് പറയുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അവൾക്ക് SLC പരീക്ഷയിൽ നല്ല മാർക്ക് നേടി വിജയിക്കുവാൻ എൻ്റെ മാതാവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവൾക്ക് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് ഓരോ ദിവസവും പോകുന്ന സമയത്ത് രാവിലെ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കാശ് രൂപം ഞാൻ അവളെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു. ഞാൻ എന്നിട്ട് മകളോട് പറയും, പ്രാർത്ഥിക്കാൻ കയറുന്നതിന് മുന്നേ മകൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പരീക്ഷയ്ക്കിരിക്കാൻ പറയുമായിരുന്നു. അവൾക്കും അതൊരു വിശ്വാസമായിരുന്നു. ഞാൻ അവൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ പരീക്ഷയ്ക്ക് അവളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അടുത്ത് ഞാൻ പള്ളിയിൽ ഞാൻ അവൾക്ക് പരീക്ഷ കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ എൻ്റെ മകൾക്കൊന്നും അറിയില്ല, എൻ്റെ മാതാവ് അവളുടെ കയ്യിൽ നിന്ന് പേന വാങ്ങിച്ച് പരീക്ഷ എഴുതി അവളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് അവൾക്ക് 6 A+ഉം 4 Aയും വാങ്ങി ജയിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ അമ്മ മാതാവ് കൊടുത്തു. അതുപോലെ തന്നെ സയൻസിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനും സഹായിച്ചു. +2ലും അതുപോലെ തന്നെയാണ്. ഭയങ്കര ഉഴപ്പായിരുന്നു പഠിക്കാനും. അവൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഭയങ്കര പാടുള്ള വിഷയമാണ്, മാത്സും അതുപോലെ തന്നെ. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ വേറെ ആ വിഷയത്തിന് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാനോ അതിനുള്ള നിവർത്തിയില്ലായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ മോളടുത്ത് പറയും, മക്കൾ പഠിക്കാൻ എടുക്കുന്നതിന് മുൻപ് മാതാവിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മക്കൾ ബുക്ക് തുറന്ന് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മക്കൾക്കെല്ലാം മനസ്സിലാവും എന്ന്. മാത്സ് പരീക്ഷയും കഴിഞ്ഞ് വന്ന സമയത്തും എന്നോട് പറയണം, അമ്മ ഞാൻ ഒന്നും എഴുതിയില്ല അമ്മ, എനിക്ക് ബാക്കിയുള്ള വിഷയത്തിനുള്ള മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ മാത്സിന് തോക്കും, മാത്സിനും കെമിസ്ട്രിക്കും ഞാൻ തോക്കും. ഞാൻ പറഞ്ഞില്ല മോളെ, മക്കളെ കൂട്ടത്ത് അമ്മ മാതാവ് വന്നിട്ടുണ്ട്, പരീക്ഷ എഴുതിയത് മക്കളല്ല, മാതാവാണ് പേന വാങ്ങി പരീക്ഷ എഴുതിയത്, മക്കൾക്ക് നല്ല മാർക്ക് കിട്ടും, പേടിക്കണ്ട വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും 88% മാർക്ക് അവൾക്ക് നൽകി, വിജയം നൽകി. അതുപോലെ തന്നെ അവൾക്ക് നേഴ്സിംഗ് പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. എന്നാലും ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ അവളുടെ ആഗ്രഹം പോലെ തന്നെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് അവൾക്ക് കൊടുക്കണമേ, നല്ല കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കൊടുത്ത് എൻ്റെ മാതാവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഞാൻ അവൾക്ക് അഡ്മിഷൻ ആവാതിരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ കരഞ്ഞ് ഞാൻ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കോ വിദ്യാഭ്യാസമില്ല, എനിക്ക് എവിടെ ചെന്ന് അന്വേഷിക്കണമെന്നോ എങ്ങനെ എന്ത് കാര്യം ചെയ്യണമെന്നോ എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി അറിയില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല, മാതാവ് തന്നെ മുൻപിൽ നിന്ന് മാതാവേ എൻ്റെ മകൾക്ക് കോളേജിൽ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരാൻ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കോളേജിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിത്തന്നു. അവളിപ്പോൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത സാക്ഷ്യം, മകൾക്ക് ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം 8-ാം തീയതി മകൾക്ക് സുഖമില്ലാതായി.
സൈനറ്റൈസ് എന്നാണ് ആദ്യം പറഞ്ഞത്. അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 2 നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര അതികഠിനമായ വയറുവേദന. ഈ വയറുവേദന വന്ന് അടുത്ത് വയറുവേദനയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ പറയുന്നു അപ്പൻഡിക്സാണ്, അത് ഒരുപാട് വളർന്നു പോയി, എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്യണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ അടുത്ത് സർജറി ചെയ്യാൻ വേണ്ടി തുടർന്ന് എം ആർ ഐ സ്കാനിങ് എടുക്കുകയും CT എടുക്കുകയും ചെയ്ത സമയത്ത് ഞാൻ അവളെ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്തും സ്കാനിങ്ങിന് കയറ്റിയ സമയത്തും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിലും വയറിലും പൂശി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് ഒഴിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു. ഒത്തിരി ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു മകൾ. ഇതുവരെ അവൾ ഒരു അസുഖവും വന്നാൽ അങ്ങനെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. ചുരുണ്ടുകൂടി അവൾ ഒരേ കിടക്ക, കാല് പോലും അവൾക്ക് വലിച്ചു നീട്ടാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ, ചുരുണ്ട് കിടക്കുമായിരുന്നു. ഞാൻ അവളെ സ്കാനിങ്ങിന് കയറ്റിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തിരുന്ന് ജപമാല പറയുകയായിരുന്നു. അവളുടെ കയ്യിൽ കാശ് രൂപവും കൊടുത്ത് ഉടമ്പടി തൈലവും പൂശി ഞാൻ അവളെ സ്കാനിങ് റൂമിലോട്ട് പറഞ്ഞു വിട്ടു. തിരിച്ച് വന്നു. വൈകുന്നേരമായപ്പോൾ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാകരുതേ, അവളുടെ ദേഹത്ത് അവളുടെ ശരീരത്തിൽ ഒരു കത്തി വയ്ക്കാനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള എൻ്റെ മാതാവ് വയ്ക്കരുതേ മാതാവേ, ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷി പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. വൈകുന്നേരം റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, മകൾക്ക് ഉണ്ടായിരുന്ന കണ്ട അപ്പൻഡിക്സ് അത് ചുരുങ്ങി ആ ഭാഗത്ത് ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ മകൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് ഞാനിവിടെ വന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായി. ഞാൻ മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് നിറഞ്ഞ് ഞാൻ കരഞ്ഞ് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, അത് പറഞ്ഞു തരാൻ ആരുമില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു, എന്നെ സമാധാനിപ്പിച്ചു. അതുപോലെ തന്നെ 8-ാം തീയതി ഈ മകൾ ഹോസ്പിറ്റലാകുന്ന 8-ാം തീയതി ഞാൻ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത 18 ആൾക്കാരെയും കൊണ്ട് ഞാൻ കൃപാസനത്തിൽ വരാൻ വേണ്ടി വെളുപ്പാങ്കാലം 3 മണിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്താണ് എൻ്റെ മകൾ എന്നെ വെളുപ്പാങ്കാലം വിളിക്കുകയാണ്, അമ്മ എനിക്ക് സുഖമില്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വാർഡൻ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്, അമ്മ പെട്ടെന്ന് ഇവിടെ വരണമെന്ന്. അപ്പോഴും ഞാൻ മകളോട് പറയാണ്, മകളെ ഞാൻ ഇതുപോലെ അവർക്കാണെങ്കിൽ വഴി അറിഞ്ഞൂടാ മക്കളെ, ഞാൻ ഇതുപോലെ അവരെ കൊണ്ട് കൃപാസനത്തിലോട്ട് പോവുകയാണ്. അപ്പം മക്കളൊരു കാര്യം ചെയ്യും, മക്കൾ ആൻറ്റിയും കൂട്ടി ഹോസ്പിറ്റലിൽ പൊയ്ക്കോ, എൻ്റെ അമ്മ മാതാവ് മക്കളുടെ കൂട്ടത്തുണ്ട്, മക്കൾ മാതാവിനെ മുറുകെ പിടിച്ചു, അവളുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മക്കൾ ജപമാല പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾ ആശുപത്രിയിലിരിക്കുക, അമ്മ മാതാവ് മക്കളടുത്ത് വരും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ വൈകുന്നേരം അന്നായപ്പോൾ ഞങ്ങൾക്ക് 2 മണിക്ക് കിട്ടേണ്ട ട്രെയിൻ അന്ന് 2 മണിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് 3:30 മണിക്കാണ് ട്രെയിൻ കിട്ടിയത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 10-10:30 മണിയായി. അപ്പം മാർത്താണ്ഡത്താണ് കോളേജ്. അപ്പം എനിക്ക് അങ്ങ് പോകാനും പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകളുടെ അടുത്ത്. ഞാനിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ മാതാവ് എൻ്റെ മകളുടെ അടുത്ത് പോകണം, എൻ്റെ മകളുടെ അടുത്ത് ആരുമില്ല, അമ്മയായി കൂടെ നിന്ന് മാതാവേ അവളെ സഹായിക്കണേ, മാതാവേ ഒരു ആപത്തും കൂടാതെ കാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ രാത്രി ഇരുന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കൊക്കെ കൊടുത്ത് കഴിച്ച് അവരെല്ലാം കിടന്ന സമയത്ത് ഞാൻ മുട്ടിൽമേൽ നിന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകൾ ആഗ്രഹിച്ചാണ് ഈ നഴ്സിംഗ് പഠനത്തിന് പോയത്. പക്ഷേ എൻ്റെ മകൾ പോയി 1 മാസം ആകുന്നതിന് മുന്നേ തന്നെ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖം എന്നുവെച്ചാൽ എൻ്റെ മകൾ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ സംസാരിക്കാൻ വയ്യ മകൾക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിപ്പോൾ. ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അനുഭവം എനിക്കുണ്ടായി.
ഞാൻ അമ്മ മാതാവിനോട് അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, മാതാവേ, ഞാൻ അമ്മയുടെ മുൻപിൽ അമ്മയെ അറിയാത്ത 18 പേരെ കൊണ്ട് ഞാൻ വന്നതാണ് മാതാവേ. എന്നിട്ടും മാതാവ് എന്നോട് എന്താ മാതാവേ എന്നിങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴാണ് മാതാവ് എന്നോട് പറയുന്നത്, അവളുടെ ഉള്ളിലുള്ള അസുഖം അത് പുറത്ത് കാണിച്ചു തന്നതാണ് എന്ന് പറയാനിടയായി. ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം അവളുടെ ദേഹത്തും തലയിൽ നെറ്റിയിലും വയറിലും ഞാൻ പുരട്ടി, ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ച് ഞാൻ അവൾക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായി അവൾക്ക് നല്ല സൗഖ്യം ലഭിച്ചു. സൗഖ്യം കൊടുത്ത അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ കൃപാസന പത്രം വാങ്ങി ഞാൻ ആശുപത്രികളിലാണ് കൊണ്ടു കൊടുക്കാറ്. നെയ്യാറ്റിങ്കര ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, വിഴിഞ്ഞം, ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ പത്രം വായിച്ചു കഴിഞ്ഞ് ഉപേക്ഷിക്കരുത്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് ഇത് അടുത്ത ഒരാളിന് കൈമാറാനാണ് ഞാൻ പറയുന്നത്. കൈമാറുക, ഒരിടവും അലക്ഷ്യമായി എറിയരുത്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാമെന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ മക്കളും എൻ്റെ കൂട്ടത്ത് വരും. പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ പോകുമ്പോൾ എൻ്റെ മക്കളും എൻ്റെ കൂട്ടത്ത് വരും. അവരും വിശ്വാസ പ്രമാണം പറഞ്ഞ് അവർ പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട്. പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് വസ്ത്രമായാലും ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും സഹായമായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കൽ ഞാൻ കൃത്യമായി കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന അമ്മ മാതാവിന്, ഉണ്ണി ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. സുഭാഷിതങ്ങൾ 23, 20, 21. അമിതമായി വീഞ്ഞു കുടിക്കുകയോ മാംസം ഭക്ഷിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപാനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവനെ കീറത്തുണി ഉടുക്കേണ്ടി വരും. യേശുവിൽ പ്രിയമുള്ളവരെ, റീന കോട്ടപ്പുറത്തിൻ്റെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞത്, ഒരു വ്യക്തി വഴിയാണ് അദ്ദേഹം ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിനുശേഷം 18 വർഷമായിട്ട് ജീവിത പങ്കാളിക്കുണ്ടായ മദ്യപാനം മാറിക്കിട്ടി, മകളുടെ രോഗം മാറിക്കിട്ടി. മോള് 10ാം ക്ലാസ് മുതൽ +2 വരെ പഠനത്തിൽ വൈകല്യമുണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവ് ജയിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം കാരുണ്യ പ്രവർത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സുഗന്ധാഭിഷേകവും ഒക്കെ ആ മോൾക്ക് ലഭിച്ചതായി നമ്മളോട് പറഞ്ഞു. കൃപാസന അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഉടമ്പടിയെടുത്ത് ജീവിതത്തിലേക്ക് നീങ്ങിയ റീന കുടുംബത്തിന് കിട്ടിയ സാക്ഷ്യങ്ങളാണ്. ഒരു വ്യക്തിയിലൂടെയാണ് അദ്ദേഹം ഇവിടെ അറിയാൻ സാധിച്ചത്. അത് പത്രത്തിലൂടെയാണ്. ആ ഒരു പത്രം കൊടുത്തിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ കൃപാസനത്തിൻ്റെ പോയി ഉടമ്പടി എടുക്കുക എന്ന്. അതിനുശേഷം പടിപടിയായിട്ട് അവർക്ക് ഓരോ ദിവസവും അമ്മ മാതാവ് കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. 18 വർഷക്കാലമായിട്ട് മദ്യത്തിനടിമയായിരുന്ന ജീവിത പങ്കാളിക്ക് ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്ത് യൂട്യൂബിൽ ആരാധനയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. അതിനുശേഷം 9ാം ക്ലാസ്സിൽ മുതൽ ആ മോള് വളരെ മോശമായിട്ടാണ് പഠിക്കുന്നത്. പഠനത്തിൽ വളരെ പുറകു നിന്ന മോളോട് ടീച്ചേഴ്സ് പറഞ്ഞു, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത്? അവളെ നന്നായി പഠിപ്പിച്ചെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അങ്ങനെ പോയാൽ 10ാം ക്ലാസ്സിലേക്ക് അവൾ വരുമ്പോൾ പുറകിലായി പോകും, തോറ്റുപോകും. ഇതെല്ലാം കേട്ടപ്പോൾ ആ മാതാപിതാക്കൾക്ക് വളരെ സങ്കടമുണ്ടായി. സങ്കടം പറയേണ്ടത് പരിശുദ്ധ അമ്മയല്ലാതെ വേറെ ആരുമില്ല. ഉടമ്പടി ജീവിതത്തിലല്ലേ, എനിക്ക് അമ്മയോടല്ലേ പറയാനുള്ളൂ എന്ന് കരുതി അമ്മ മാതാവിൻ്റെ അടുത്ത് പറയുക. അമ്മ, എൻ്റെ മോളുടെ റിസൾട്ട് വരുമ്പോൾ അമ്മ ഓരോ നിമിഷവും അവളെ വിജയിപ്പിച്ച് വിടണം. അവളെ ഓർത്തെനിക്ക് വിഷമിക്കേണ്ടി വരരുത്
ഇവരെ എല്ലാവരുടെയും മുൻപിൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നേർച്ച വസ്തുക്കളായ ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് കാശുരൂപം കയ്യിൽ കൊടുത്തു വിടും. മോള് പരീക്ഷ എഴുതാൻ വേണ്ടി പൊയ്ക്കോളൂ. ഈ ഉപ്പ് കൂടി കൊണ്ടുപോയി ആ പരീക്ഷാ ഹാളിൽ വിതറി നീ വിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതൂ. അമ്മ മാതാവ് നമുക്ക് കൂടെ ഇല്ലേ, അമ്മ മാതാവ് നിന്നെ ജയിപ്പിക്കും. സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുന്നത് കൊണ്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +2 വരെ അവൾ വിജയകരമായി വിജയിച്ചു. അമ്മ മാതാവ് അവളുടെ കൂടെ നടന്നു. ഇതാണ് സഞ്ചാരി അമ്മ, സമയത്തിൻ്റെ അമ്മ. സമയത്തിനുള്ളിൽ നമ്മൾക്ക് വന്ന് ചെയ്തു തരുന്നതാണ്. അതിനുശേഷം അവൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അവൾ അസുഖമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച അമ്മയോട് പറഞ്ഞമ്മേ എനിക്ക് വളരെയധികം വേദനയാണ് വയറിന്, അമ്മ വേഗം വരണമെന്ന്. മോളോട് പറഞ്ഞ അമ്മ, മോളെ ഞാൻ 18 പേരെയും കൊണ്ട് കൃപാസനത്തിലേക്ക് പോവുകയാണ്. ഞാൻ അവർക്കൊന്നും അറിയത്തില്ല, കൃപാസനം ഏതാണെന്നും എന്താണെന്നും അറിയില്ല. അവർക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുപ്പിക്കാൻ അവരെയുമായിട്ട് ഞാൻ ഇവിടെ വരികയാണ്. അതുകൊണ്ട് എൻ്റെ മോള് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി നീ പൊയ്ക്കോളൂ, നിൻ്റെ കൂടെ സഞ്ചാരിയമ്മ വരുമെന്ന്. അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ. അങ്ങനെ ധൈര്യപൂർവ്വം അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഈ അമ്മ പറയുകയാണ്, എൻ്റെ പരിശുദ്ധമ്മേ, ഞാനൊന്നും അറിയാൻ പാടില്ലാത്ത ഈ 18 മക്കളെയും കൊണ്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പോകുകയാണ്. എൻ്റെ സഞ്ചാരിയമ്മ എൻ്റെ മകളുടെ കൂടെ ചെന്ന് അവളെ സഹായിക്കണം, ഒരമ്മയെ പോലെ നിന്ന് അവളെ നോക്കണം. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കൊടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന്. അങ്ങനെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് അമ്മയോട് പറയുകയാണ്, മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുന്നു, ഈ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. യാതൊരു കുഴപ്പവുമില്ലാതെ ആ മോൾക്ക് ഒരു ഓപ്പറേഷനും ചെയ്യാതെ ആ മോളെ വിജയകരമായി അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ടിരുന്ന മോളെ സൗഖ്യപ്പെടുത്തി. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ്. കുരിശ് വരച്ചു, ഉടമ്പടി തൈലമെടുത്ത് ഉപ്പ് കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മോൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്തത് ദൈവത്തിൻ്റെ ജോലിയാണ്. അമ്മയുടെ കയ്യും കാലുമായിട്ട് നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അവരെ വിജയത്തിലെത്തിക്കാൻ, അവരെ ഉടമ്പടി എടുപ്പിക്കാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അമ്മ മാതാവ് അവരുടെ മോളുടെ കാര്യം നടത്തിക്കൊടുത്തു. ഇതാണ് പരിശുദ്ധമ്മ. നമ്മൾ എന്ത് പറയുന്നോ അത് അമ്മ ചെയ്യും. നിങ്ങൾ ഉടമ്പടി വിടാതെ വിശ്വാസത്തോടുകൂടി തീഷ്ണതയോടുകൂടി ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക. അമ്മ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവർ ചെയ്യുന്ന പ്രവർത്തികളാണ്. പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങൾ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ കയ്യിലും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അറിയണമെന്ന് പൊതിച്ചോറുണ്ടാക്കി കൊടുത്ത് ഹോസ്പിറ്റലിലും വഴിയരികിലും അനാഥാലയത്തിലൊക്കെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരോടുകൂടെ സമയം ചെലവഴിക്കുകയുമാണ്. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തും. ഇങ്ങനെ പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്ത ഈ വലിയ അനുഗ്രഹത്തിന് കോടാനകോടി നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് പറയാം.